കഴിഞ്ഞ 9 മാസക്കാലമായി റീറ്റെയിൽ പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിലും വിലക്കയറ്റത്തിലും കേരളം 1-ാം സ്ഥാനം തുടർച്ചയായി കൊണ്ടുപോവാണ്. ഇത് കേരള കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് എല്ലാ കാലത്തും കേരളം 1-ാം സ്ഥാനമാണ് എന്നുള്ള വാദം ശരിയല്ല. കേരളം അങ്ങനെ എല്ലാ കാലത്തും 1-ാം സ്ഥാനം അല്ല. കേരളം കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോഴും ഞങ്ങളുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോഴും ഒക്കെ മാർക്കറ്റിൽ നല്ല ഇടപെടലുകൾ പല ഗവൺമെന്റുകളും നടത്തി മാർക്കറ്റിലെ സ്വാഭാവികമായ രണ്ട് വിലക്കയറ്റം ഉണ്ടാവും. ഒന്ന് ഓർഗാനിക് ആയിട്ടുള്ള ഒരു വിലക്കയറ്റം ഉണ്ടാവും, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വിലക്കയറ്റം ഉണ്ടാവും. പിന്നെ കച്ചവടക്കാർ, മീഡിയേറ്റേഴ്സ് എല്ലാവരും വർദ്ധിപ്പിക്കും. അവിടെയെല്ലാമാണ് ഗവൺമെന്റിന്റെ റോൾ എന്ന് പറയുന്നത്. നമ്മൾ നോക്കി സൂക്ഷ്മതയോടുകൂടി മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് നമ്മൾ നിന്നില്ലെങ്കിൽ ഈ ഇടപെടലുകളെല്ലാം പല രീതിയിലുണ്ടായി ഈ മാർക്കറ്റിൽ അപകടകരമായ രീതിയിൽ വില വർദ്ധിക്കണം. റിവേഴ്സ് മൈഗ്രേഷന്റെ ഇമ്പാക്ട് കൂടി നമ്മൾ ആലോചിക്കണം. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് റെമിറ്റൻസ്, അല്ലേ? റെമിറ്റൻസ്, റിവേഴ്സ് മൈഗ്രേഷൻ നമ്മൾ ഈ റെമിറ്റൻസ് കുറച്ചുകൊണ്ടുവരും. ഒരുപാട് പേര് വരുന്നവരെല്ലാവരും സംരംഭം തുടങ്ങുന്നവരല്ലല്ലോ, പണി പോയിട്ട് വരുന്നവരുണ്ട്, അല്ലാതെ വരുന്ന ആളുകളുണ്ട്. തിരിച്ചു വരുമ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് റെമിറ്റൻസ് കുറയും. അപകടകരമായൊരു സിറ്റുവേഷൻ കേരളത്തിൽ വേറെ ഉള്ളത് റിവേഴ്സ് റെമിറ്റൻസ് ആണ്. കേരളത്തിൽ നമ്മൾ 25-30 ലക്ഷം ഗൾഫിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് പൈസ അയക്കുമ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഒരു 25-30 ലക്ഷം പേർ കേരളത്തിൽ ഇതുവരെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടില്ല. 25-30 ലക്ഷം പേര് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വന്നിട്ട് പണ്ട് നമ്മൾ ഗൾഫിൽ പോയ പോലെ വരികയാണ്. അവർക്ക് അപ്പൊ ഹ്യൂജ് എമൗണ്ട്, കോടിക്കണക്കിന് രൂപ ഡെയിലി എന്നതുപോലെ കേരളത്തിൽ നിന്ന് സൈഫൺ ചെയ്ത് മറ്റ് സ്റ്റേറ്റിലേക്ക് പോവാണ്. ഇതെല്ലാം കൂടി ഒരു ലിക്വിഡിറ്റി ക്രഞ്ച്, പൈസ ഇല്ലാത്ത ഒരവസ്ഥ കൂടി ഉണ്ടാക്കിയാണ്.